ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കാലത്തുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിന് ഇന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആട്ടപ്പൊടിയാണ്, 2 ഗ്ലാസ് ആട്ടപ്പൊടിക്ക് 1.25 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് തിളച്ച് വരുമ്പോൾ ഉപ്പും അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് തീ കുറച്ച് വെച്ചിട്ട് പൊടിയിലിട്ടിട്ട് വാട്ടി എടുക്കുക. അപ്പോൾ പൊടി നന്നായി വെന്ത് കിട്ടും. പിന്നെ അത് ഒന്ന് ഇളം ഒന്ന് അറിയേണ്ട ശേഷം കുഴച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയാൽ നല്ല പൊളച്ച് കിട്ടും, നല്ല സോഫ്റ്റും ആയിരിക്കും കിട്ടും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതിലേക്ക് കറി ഇന്നലത്തെ കുഞ്ഞമത്തി മുളക് കറിയും പിന്നെ അല്പം കട്ടിയുള്ള തേങ്ങാപ്പാൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് കഴിച്ച് നോക്കൂ. പിന്നെ പറമ്പിൽ നിന്ന് ഇല കുമ്പളങ്ങ വള്ളി ഇല പൊട്ടിച്ച് കൊടുന്നിട്ട് അരിഞ്ഞിട്ട് പരിപ്പിട്ടിട്ട് കറി വെക്കാനായിട്ട്. അപ്പോൾ പരിപ്പിൻ്റെ കൂടെ ഒരു കഷ്ണം തക്കാളിയും സവോളയും പിന്നെ 3-4 പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് നന്നായി വെന്തതിന് ശേഷം ഇല അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അത് വെന്ത് വരുമ്പോൾ തേങ്ങ അരച്ച് ചേർക്കുക, പിന്നെ വറവിടുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്, ഹെൽത്തിയാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കുക. പിന്നെ അമരപ്പേരിയാണ് ചോറിലേക്ക് ഉണ്ടായിരുന്നത്. അത് സാധാരണത്തെ പോലെ വറവിട്ടിട്ട് അവസാനം കുറച്ച് പച്ചത്തേങ്ങ ഇട്ട ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇത് ഒരു മാക്സി ചുരിദാർ തുണിയാണ് കേട്ടോ. ഞാനത് മാക്സി അടിക്കാൻ വേണ്ടിയിട്ട് ഒരു മീറ്ററിന് 40 രൂപയുള്ളൂ. അപ്പോൾ എടുത്തത് അതിന് ഭംഗിയുണ്ട്, ഇത് നല്ല തുണിയാണെന്ന് തോന്നി അപ്പോൾ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ തുണിയൊക്കെ കണ്ടാൽ ഞാൻ എടുത്തിട്ട് മാക്സി അടിക്കലുണ്ട്, ചിലപ്പോഴൊക്കെ അടിക്കലുണ്ട്. പിന്നെ ഇത് മുഴുവൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, എല്ലാവർക്കും അറിയാമല്ലോ. എൻ്റെ ഒരു പഴയ മാക്സിയുടെ അളവ് വെച്ചിട്ട് വരച്ചിട്ട് അങ്ങനെയാണ് അടിക്കലിട്ട. അടിക്കുന്ന വീഡിയോ ഞാൻ നാളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ.